അപ്പോൾ വെൽക്കം ടു ഷാസ് ക്രിയേറ്റീവ് സ്പേസ്. ഇന്ന് നമ്മളൊരു പുതിയ ടെക്നീക്കൊന്നുമല്ല, ഇതൊരു പഴയ ടെക്നീക്കാണ്, പക്ഷെ ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സിൻ എന്ന് പറയുന്ന ഒരു പബ്ലിഷിംഗ് സെൽഫ് പബ്ലിഷിംഗ് ബുക്ക്ലെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് ഈ സിൻ? ഒറിജിനൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാചകങ്ങളും ചിത്രങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പബ്ലിക്കേഷനാണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ A4 സൈസിൻ്റെ ഒരു പേപ്പർ എടുത്തിട്ട് അതിനെ 8 ബുക്ക്ലെറ്റ് പോലെയാണ് ഈ സംഭവം. അപ്പം നമ്മൾ 2 ഫോൾഡാണ് ചെയ്യണത്. ഒന്ന് ഹോട്ട് ഡോഗ് ഫോൾഡും പിന്നെ ഒരു ഹാംബർഗർ ഫോൾഡും. ഇത് രണ്ടും ഫോൾഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ളതാകുമ്പോൾ സൂര്യൻ്റെ ചിത്രങ്ങൾ, പിന്നെ സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ള മന്ത്രങ്ങൾ, പിന്നെ ലാസ്റ്റ് എന്ന് പറയണത് 3 ബാലൻസ് വരുത്താണ്. അപ്പോൾ ബാലൻസ് എന്നാണ് ഇതിൻ്റെ തീം. ലാസ്റ്റ് വരുന്നത് ബാലൻസിലേക്ക് വരികയാണ്. അപ്പം ഞാൻ എൻ്റെ ലോഗോ എടുത്തിട്ട് ഞാൻ ഡിസൈൻ ചെയ്തു. ഞാൻ ഈ വരച്ച ഭാഗങ്ങളൊക്കെ ഞാൻ അത് റിപ്പീറ്റായിട്ട് കാണിച്ചു തരികയാണ് അതെങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം പെൻസിൽ കൊണ്ട് ചെയ്തു, പിന്നെ മാർക്കർ കൊണ്ട് ടിപ്പ് പെന്ന് കൊണ്ട് അത് ഔട്ട്ലൈൻ ചെയ്തു. എന്നിട്ട് ഇത് ഞാൻ ആ മാർക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, പക്ഷെ ഞാൻ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ അത് റബ്ബ് ചെയ്ത് കളഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ആ സംഭവം ചെയ്യണത്. അപ്പം ഇത് ലൈൻസ്, അതിൽ പേരുകൾ, ടെക്സ്റ്റ്, ഇമേജസ് ഒക്കെ കൊണ്ടുവരാം. ചിലരത് ട്രാവൽ ബുക്ക്ലെറ്റ് പോലെയൊക്കെ ചിലർ ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഞാൻ റബ്ബ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് അത് ഞാൻ പ്രോക്രിയേറ്റിൽ പോയി അത് എഡിറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ അതിൽ ചില ലൈൻസൊക്കെ നമുക്ക് ക്ലിയർ എഡിറ്റ് ചെയ്യണം. എന്നിട്ട് ഞാനത് കളർ ചേഞ്ചൊക്കെ ചെയ്ത് ഞാനത് ഇമേജായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ അത് സിസ്റ്റത്തിൽ പോയിട്ട് അത് ഞാൻ ഇമെയിൽ വഴി അയച്ച് ഞാനത് പ്രിൻ്റ് ചെയ്തു. ഇത് പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് A4 സൈസ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു പേപ്പറാണ്, ഡ്രോയിങ് പേപ്പറാണ്. ആ ഡ്രോയിങ് പേപ്പറിൽ ഞാൻ 3 കളറായിട്ട് ഞാനത് പ്രിൻ്റ് ചെയ്തു. പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ ആ സൈഡിലുള്ള വൈറ്റൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ ഒരു ഭയങ്കര രസമാണ്. ആൻഡ് ദെൻ ആ ഒരു ഫോൾഡുകൾ ബേസ് ചെയ്തിട്ട് ഞാനത് ഫോൾഡ് ചെയ്തിട്ട് ഓരോ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ബുക്ക്ലെറ്റാണ്, ഒരു ചെറിയ ബുക്ക്ലെറ്റാണ്. അതിൻ്റെ മറ്റേ കളറ് ഒരു ഓറഞ്ച് കളർ ഉണ്ടായിരുന്നു, അതും ഇതുപോലെ തന്നെ സെയിം ഞാൻ ബുക്ക്ലെറ്റായിട്ട് ഞാൻ ഇട്ടു. ഇത് സിൻസ്റ്റർ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ലൈക്ക് സിൻസ്റ്റർ, ദേ മേക്ക് ബുക്ക്ലെറ്റ്സ് ആൻഡ് ദേ സെൽ ഫോർ 1000 കോപ്പീസ് ആൻഡ് എനിത്തിങ്. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. സെൽഫ് പബ്ലിക്കേഷനാണ്. അപ്പോൾ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. Until next time, thank you for joining me into this Kunti Sin video.